നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെക്കുറിച്ചാണ്. മകം നക്ഷത്രക്കാരുടെ 2026 ജനുവരി മാസം എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ ഫലം എങ്ങനെയായിരിക്കുമെന്നതിലുപരി മകം നക്ഷത്രക്കാര് ജനുവരി മാസം എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തില് കൂടുതൽ സന്തോഷകരവും സമാധാനകരവുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാമെന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ മകം നക്ഷത്രക്കാരെ കുറിച്ച് 2026 ജനുവരി മാസത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ശ്രേയസ്സൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ഇവരുടെ ആരോഗ്യകാര്യമൊക്കെ ഇവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുക. പ്രധാനമായിട്ടും ഉദര രോഗങ്ങളൊക്കെ വരുവാനും പിടിപെടുവാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തില് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ അവര് ഉൾക്കൊള്ളുന്നതാണ്. എന്നിരുന്നാലും വീട്ടിൽ നിന്ന് മാറി താമസിക്കുവാനൊക്കെയുള്ള ഒരു അവസരം വരുന്നതാണ്. ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾ മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ജനുവരി ഒരു പകുതി കഴിയുമ്പോൾ വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണമിടപാടുകളൊക്കെ നടത്തുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കൂടാതെ മറ്റുള്ളവര് പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത്. അതിന്റെ വരുംവരായികളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങളുടെ പഠനകാര്യത്തിലൊക്കെ നിങ്ങൾ വേണ്ട ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. സ്കോളർഷിപ്പോടുകൂടിയുള്ള പഠനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പരീക്ഷാധികാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ചില പ്രണയബന്ധങ്ങളിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യത വളരെയേറെയാണ്. ചില ചിരകാല അഭിലാഷങ്ങളൊക്കെ പൂവണിയുവാനുള്ള സമയമായിട്ടാണ് ജനുവരി ആദ്യ ഭാഗം നിങ്ങൾക്ക് കാണുന്നത്. പുതിയൊരു വർഷത്തെ വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഈ ജനുവരി മാസം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ആരോഗ്യം വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ നനച്ചിരിക്കാതെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിന്റെ താളത്തെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചതിയിൽപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചില വിശ്വാസ വഞ്ചനകളൊക്കെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ അവർ നല്ലത് പറഞ്ഞാലും അതില് അവർക്ക് പോലും അറിയത്തില്ലാത്ത ചില ചതികളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പണമിടപാട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കി ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുവാനായിട്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം എടുക്കുന്നതും നന്നായിരിക്കും. ഈ ശനിയാഴ്ച വ്രതം എടുക്കുന്ന ദിവസം തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് അന്നദാനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. അത് നിങ്ങളുടെ പാപദോഷങ്ങളെ എല്ലാം മാറ്റിക്കളയുന്നതാണ്. ഈ മകം നക്ഷത്രക്കാർക്ക് ജനുവരി 1, 9, 20, 21, 25, 27 തീയതികൾ വളരെ ശുഭകരമാണ്. 2026 വർഷം വളരെ ഐശ്വര്യപൂർണമാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മകം നക്ഷത്രക്കാർക്കും ഒരു പുതുവർഷം നേരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.